ഉൾപ്പെടുന്ന മലബാറിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു പിന്നോക്കാവസ്ഥയെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കാലഘട്ടം വരെ ഏകദേശം 2-3 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇത്തരം ഒരു വിവേചനത്തെക്കുറിച്ച് കേരളത്തെ മലബാറെന്നും തിരുവച്ചിയെന്നും രണ്ടായിട്ടുള്ള ഒരു ദ്വന്ദ്വ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള പഠനം നടത്തുകയും മലബാർ കേരളത്തിന് അകത്തോ പുറത്തോ എന്നുള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ മുഖ്യധാര പ്രസ്ഥാനങ്ങളും വിദ്യാർത്ഥി സംഘടനയൊക്കെ ഈ പ്രശ്നം ഏറ്റെടുക്കുകയും ഇങ്ങനെ നമ്മുടെ സാമൂഹ്യ പ്രവർത്തകരുടെയും മന്ത്രിമാരുടെയും ഒക്കെ ശ്രദ്ധയിൽ ഈ വിഷയത്തെ കൊണ്ടുവരാനും സാധിക്കുന്നുണ്ട്. ഇത് ആരും തന്നെ നിഷേധിച്ചിട്ടില്ല. വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കേരളത്തിലെ മന്ത്രിമാർ പ്രത്യേകിച്ച് സാമുദായിക നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി അഷഫ് സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിച്ചു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. അമ്മാ ബഅദ്. ബഹുമാന്യനായ കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം ഇത്രമാത്രം സമരങ്ങളൊക്കെ ചെയ്തപ്പോൾ പരിഗണിച്ചിട്ടുണ്ടാവും അധികൃതർ എന്നാണ് ഞാൻ കരുതിയത്. ഇതുപോലെ തന്നെയാണ് എല്ലാവരും കരുതുന്നതും. നമുക്കൊക്കെ ലഭിച്ചിട്ടുണ്ടാകും, നമ്മളെ ലഭിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള ധാരണയാണ്. പക്ഷേ ശരിക്കും കാസർഗോഡ് ജില്ല എന്നും ഈ മേഖലയിൽ അവഗണിക്കുകയാണ്. മറ്റുള്ള ജില്ലയ്ക്ക് വേണ്ടി അതാത് നാട്ടിലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും മന്ത്രിമാരുമൊക്കെ സംസാരിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അത് അവർ കയ്യിലാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ജനങ്ങൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കൊക്കെ പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഇവിടെ എങ്ങനെയെങ്കിലും കിട്ടിയ ഈ അല്പസമയത്തിനുള്ളിൽ ഏതെങ്കിലും രീതിയിൽ ദുനിയാവ് കെട്ടിപ്പടുക്കാം എന്ന രീതിയിലുള്ള ബോധ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് അവർ പലപ്പോഴും മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തകർ അതുപോലെ തന്നെ അതിന്റെ നേതാക്കളൊക്കെ പ്രവർത്തിക്കുന്നത്. കുട്ടികളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ കാര്യത്തിലോ ഒരു രീതിയിലുള്ള ഒരു ബോധവും അവർക്കുണ്ടാകാറില്ല. അതിനുവേണ്ടി അവർ സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, സഹോദരന്മാരെ, ദൈവത്തിന്റെ രക്ഷയും സമാധാനവും നമ്മിൽ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രാഷ്ട്രീയ വടംവലി അവസാനിപ്പിക്കുക, കാസർഗോഡ് കേന്ദ്ര സർവകലാശാല യാഥാർത്ഥ്യമാക്കുക എന്ന മുദ്രാവാക്യമുയർത്തി SIO നടത്തുന്ന സമര പ്രയാണമാണ് കുഞ്ഞത്തൂരിൽ നിന്ന് ആരംഭിക്കുന്നത്. എന്തുകൊണ്ട് SIO ഇത്തരം ഒരു വിഷയം ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നത് ആളുകളൊക്കെ ആലോചിക്കുന്ന ഒരു യാഥാർത്ഥ്യമായിരിക്കും. വളരെ കൃത്യമായി SIOവിന് ആ വിഷയത്തിൽ ചില വർത്തമാനങ്ങൾ പറയാനുണ്ട് എന്ന് ഞങ്ങൾ നിങ്ങളെ ഉണർത്തുകയാണ്. അതായത് കാസർഗോഡ് ജില്ല എന്ന് പറയുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ ഒരു സ്ഥാനവുമില്ലാത്ത ഒരു പ്രദേശമാണ്. 25 വർഷങ്ങൾ മുമ്പ് രൂപീകരിക്കപ്പെട്ട ജില്ലക്ക് പ്രാഥമിക തലം മുതൽ ബിരുദാനന്തര തലം വരെയുള്ള വിദ്യാഭ്യാസ മേഖലകൾ നാം ഒരുപാട് എന്ന് പറയുന്ന പ്രദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വിശാലമായ സൗകര്യങ്ങൾ ഉണ്ടാകേണ്ട വളരെ വലിയ കോടികളുടെ മുതൽ മുടക്കുള്ള സ്ഥാപനമാണ് കേന്ദ്ര സർവകലാശാല എന്ന് പറയുന്നത്. ഒരു പ്രദേശത്ത് വന്നാൽ ആ പ്രദേശത്തിന്റെ എല്ലാ വികസനവും ഇതിലൂടെ നടക്കും. ഇത്തരമൊരു സർവകലാശാല കേവലം ഒരു വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 14ഓളം കോഴ്സുകളും തുടങ്ങാൻ കെൽപ്പുള്ള സർവകലാശാല മെഡിക്കൽ കോളേജ് മുതൽ എഞ്ചിനീയറിംഗ് കോളേജ് മുതൽ അതുപോലെ തന്നെ സെൻട്രൽ സ്കൂൾ വരെയുള്ള ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങാൻ സാധ്യതയുള്ള സ്കോപ്പുള്ള കേന്ദ്ര സർവകലാശാലയാണ് ഇന്ന് നമ്മുടെ നായമാർകോള എന്ന് പറയുന്ന ഒരു കെട്ടിടത്തിന്റെ മുകളിൽ ചുരുങ്ങി ഇരിക്കുന്നത്. ഒരു സർവകലാശാലയ്ക്ക് കേന്ദ്രം അനുവദിക്കുന്ന ഫണ്ട് എന്ന് പറയുന്നത് അതിന്റെ കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന സമയത്ത് അനുവദിക്കുന്ന ഫണ്ടാണ്. 11ാം പഞ്ചവത്സര പദ്ധതി പ്രകാരം ഈ പുതിയതായി ആരംഭിക്കുന്ന കേന്ദ്രത്തിലെ സർവകലാശാല 3280 കോടി രൂപയാണ് സർക്കാർ അപേക്ഷിച്ചത്. പക്ഷേ 3280 കോടികളിൽ കാസർഗോഡ് സർവകലാശാലയ്ക്ക് ഇതുവരെ ലഭിച്ചത് വെറും 11 കോടിയാണ്. ആ 11 കോടിയിൽ
കാസർഗോഡ് സർവകലാശാല ചെലവഴിച്ചത് 2 കോടിയാണ്. ഒരു വർഷത്തിൽ പറഞ്ഞാൽ ഓരോ വർഷത്തിലും ഓരോ സർവകലാശാല കൃത്യമായ ഫണ്ട് ലഭിക്കും. 5 വർഷത്തിനപ്പുറം ഈ 5 വർഷത്തിനുള്ളിൽ ഫണ്ട് ചെലവിട്ടില്ലെങ്കിൽ ഫണ്ട് ലാഭമാകും. കാസർഗോഡ് വരാൻ വേണ്ടുന്ന കേന്ദ്ര സർവകലാശാലയ്ക്ക് 1000 കോടിയാണ് കേന്ദ്ര സർക്കാർ നൽകാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 500 കോടി രൂപ ആ സർവകലാശാലയിൽ തീർച്ചയായും കിട്ടും. പക്ഷേ ഇത്തരം ഒരു കൃത്യമായ സമയത്ത് 2012 മുമ്പിൽ സ്ഥലമെടുത്ത് ആ സ്ഥാപനം ആരംഭിച്ചില്ലെങ്കിൽ കേരളത്തിന് നഷ്ടമാകുവാൻ വേണ്ടി പോകുകയാണ് കേന്ദ്ര സർവകലാശാല. ഇവിടെയാണ് SIO കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം, കേരളത്തിലെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തോട്, വിശേഷിച്ച് കാസർഗോഡ് ജില്ലയിലെ പൊതുസമൂഹത്തോട് SIO ചോദിച്ചുകൊണ്ടിരിക്കുന്നു, എന്തുകൊണ്ട് നമ്മുടെ ജില്ലയിലെ അഭിമാനപരമായി ഒരുപക്ഷെ നാം മനസ്സിലാക്കണം, കാസർഗോഡ് ജില്ല എണ്ണപ്പെടാൻ വേണ്ടി പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അലിഗഡ് യൂണിവേഴ്സിറ്റി, ബനാറസ് യൂണിവേഴ്സിറ്റി പോലെയുള്ള അങ്ങനെ കേന്ദ്രത്തിന്റെ സവിശേഷമായ ഒരു യൂണിവേഴ്സിറ്റി പോലെ കാസർകോട്ടെ കേന്ദ്ര സർവകലാശാല അറിയപ്പെടാൻ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന് ആവശ്യമായ സർവകലാശാലക്ക് ആവശ്യമായ സ്ഥലം കണ്ടെത്തി കൊടുക്കുവാൻ കഴിയാതെ ഈ സർവകലാശാല നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഉത്തരവാദപ്പെട്ട ആളുകൾ സ്ഥലം കണ്ടെത്തി കൊടുക്കുന്നില്ല? ഇവിടെയാണ് SIO പറയുവാനുള്ളത്, ഇത് നല്ല ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു വടംവലിയുടെ ഇരയായിട്ട് പോകുവാൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നല്ല പ്രബല കക്ഷിയായ CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതിന് സ്ഥലം ഞങ്ങൾ അനുവദിച്ചു കൊടുക്കും. പക്ഷേ ഞങ്ങൾ നിർദ്ദേശിക്കുന്ന സ്ഥലത്തായിരിക്കണം. ഞങ്ങളുടെ പാർട്ടിക്ക് സ്വാധീനമുള്ള, ഞങ്ങളുടെ പാർട്ടിക്ക് അടിത്തറയുള്ള, ഞങ്ങളുടെ പാർട്ടിയുടെ കോട്ട എന്നറിയപ്പെടുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഞങ്ങൾ സ്ഥലം കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് CPM ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നടപ്പിലാക്കുവാൻ കോൺഗ്രസിന് സന്നദ്ധമല്ല. കാരണം കോൺഗ്രസിന് സ്വാധീനമുള്ള സ്ഥലത്തെ അത് നടപ്പിലാക്കൂ എന്ന് കേന്ദ്രവും തീരുമാനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വടംവലി നടത്തിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ നെറികെട്ട രാഷ്ട്രീയ വൃത്തികേടുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏതിന്റെ വിഷയത്തിലാണ് എന്നാണ് SIO ചോദിച്ചു കൊടുക്കാനുള്ളത്. ഈ രാജ്യത്തിലെ വളർന്നു വരുന്ന പൗരന്മാർക്ക്, ഈ നാട്ടിലെ മൂലം നഷ്ടപ്പെടുത്തരുതെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മഞ്ചേശ്വരത്തിൽ നിന്ന് തൃക്കരിപ്പൂരിലേക്ക് SIO സംസ്ഥാന ക്യാമ്പസ് സെക്രട്ടറി PK അബ്ദുള്ള നയിക്കുന്ന സമരപ്രയാണം കാസർഗോഡ് അനുവദിക്കപ്പെട്ട കേന്ദ്ര സർവകലാശാല യാഥാർത്ഥ്യമാക്കുക, രാഷ്ട്രീയ വടംവലി അവസാനിപ്പിക്കുക. ഗ്രാമീണ ചൈന മുതൽ എന്തിനധികം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മഹാരാഷ്ട്രയിലും അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശിലും ഒക്കെ സമൂഹങ്ങൾ ഭിന്നിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ജാതിയുടെ പ്രാദേശികവാദത്തിന്റെ അടിസ്ഥാനത്തിൽ. യഥാർത്ഥത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ചിന്താഗതി ജനങ്ങളിലേക്ക് ഉണ്ടാക്കാൻ തന്നെ ഇവിടുത്തെ വരേണ്ട വർഗങ്ങൾക്ക് അധികാര രാഷ്ട്രീയ കക്ഷികൾക്ക് കാലങ്ങളായി ഇത്തരം പ്രദേശത്തോട് കൊണ്ടുവന്ന ഒരു ക്രൂരമായ വിദേശപരമായ നിലപാടുകൾക്കുള്ള ചില മുന്നേറ്റത്തിലൂടെയാണ് പലപ്പോഴും പ്രാദേശികവാദമൊക്കെ ഉടലെടുക്കുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ്. നമുക്ക് വളരെ വ്യക്തമായിട്ട് അധികാര രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, ആവശ്യക്കാരുണ്ട്. നമ്മുടെ കാസർഗോഡ് ജില്ലയ്ക്ക് അനുവദിച്ച കേന്ദ്ര സർവകലാശാല